ഇന്ന് ഞങ്ങളുടെ സാറിന്റെ 80ാമത് പിറന്നാളാണ്. എന്തോ ചെയ്യാനാ, ആ പാവി ആശുപത്രിയിൽ അഡ്മിറ്റാ. ഇന്ന് ഡിസ്ചാർജ് ആയി വരും. പക്ഷേ ഒത്താൽ ഇന്ന് പല്ലെടുക്കണം, സെറ്റാക്കണം. അതിനുമുമ്പ് വീടൊക്കെ ഒന്ന് നമുക്കൊന്ന് അലങ്കരിക്കണം, ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി ഒന്നിടണം. സാറും കൊള്ളാം, ബന്ധുക്കാരും കൊള്ളാം. ഒരുത്തം വരാമെന്ന് പറഞ്ഞാൽ അവൻ ഇതുവരെ ഇവിടെ നിന്ന് വിളിച്ചിട്ടില്ല. ആ ഹലോ, ആ അച്ഛാ എവിടായി? മുംബൈയിലോ? വെച്ചേ എനിക്ക് ചിരി വരുന്നു. കൊള്ളാം. ഇന്നാണ് കേക്ക് മുറിക്കുന്നത്. 8-ന് മുമ്പേ വരണമെന്ന് പറഞ്ഞതിന് 8-ന് മുമ്പേ പോയി നിൽക്കുക. പൊട്ടനാ. സാറും മൊണ്ണ, ബന്ധുക്കളും മൊണ്ണ. ഇന്ന് എന്തായാലും പള്ളിന്ന് ഞാൻ പറഞ്ഞു സെറ്റാക്കി. തിരിച്ച് സാറിനെ ഇരുത്ത്. ആ ഞാൻ പറഞ്ഞു അത് കേറിയിരിക്കേ. അപ്പൊ സാറിന് പേടിയാണ്. ഞാൻ എന്നാ അതിന്റെ ഓട്ടോ വിളിക്കാന്ന് പറഞ്ഞു. അതിന് പൈസ മുടക്കണ്ട, ഇത് വേസ്റ്റ് ആയി പോകുന്നു. അപ്പൊ എന്നെയും തെളിക്കൊണ്ട് വന്നേ. ഞാൻ എന്തിനോ കഷ്ടം പിടിച്ച് ഞാൻ പിന്നെ എന്തിനാ വന്നേ? ദോഷമാണ് കാണിച്ച്. എന്തോ ചെയ്യാനാന്ന് പറ. എന്താ നിന്റെ കൈക്ക് ഇതെന്താ പറ്റിയതാ? അത് സ്വർണ്ണക്കടി കിട്ടിയതാ. സ്വർണ്ണക്കടിയോ? ആ ഞാൻ ആ സ്വർണ്ണപ്പള്ളി എടുക്കാൻ വേണ്ടി വായിക്കുന്നത് വിരലിട്ടതാ. ഒരൊറ്റ കടിയല്ല. അതിനിടയ്ക്കൂടെ നീ അതോപ്പില്ല. ഞാൻ നോക്കട്ടെ പറ്റുവാണെങ്കിൽ കിട്ടുന്ന. അടാ അത് കിട്ടിയായിരുന്നെങ്കിൽ എനിക്കൂടെ കിട്ടുമായിരുന്നോ? നീ തന്നെ അടുത്തോട്ട് പോകല്ലേ? ഞാൻ കിട്ടുന്ന ഞാൻ അതിന് പോയേനെ. പോയിട്ട് അങ്ങനെ ഉണ്ട്. ഓ വലിയ ഗുണമൊന്നുമില്ല. ഡോക്ടറെ കാര്യമല്ല, അസുഖം ഗുളിക വന്നിട്ടുണ്ട്, മാറുമെന്ന് പറഞ്ഞോ? ആദ്യത്തിൽ കഞ്ഞി കുടിക്കാം. കഞ്ഞി കൊടുക്കും. കഞ്ഞി കൊടുത്തേക്കാം. ഇതിപ്പോ തീരുവോ? ഈ ചുമ ഇപ്പൊ കഴിയുവോ? മിക്കവാറും തീരാൻ ചാൻസ് ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്ന ഡോക്ടർ. 2 സ്പൂൺ കഞ്ഞി കുടിക്കേട്ടോ. ചൂട് കഞ്ഞിയാ. ഓമയ്ക്കായോ? അല്ല, ചാവച്ചോ. ഈ ഗുളിക എടുക്കരുത് കേട്ടോ. അതേ ഡോക്ടർ പ്രത്യേകം പറഞ്ഞ് കഞ്ഞി കുടിക്കുന്നതിന് തൊട്ട് മുമ്പേ ഗുളിക ഉണ്ടെന്ന് പറഞ്ഞു. അയ്യോ, അത് കഴിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. തൊട്ട് മുമ്പിൽ ഇരുന്നാ മതി. ഓ മതിയോ? മതി. എന്നാ ഒരു കാര്യം ചെയ്. വെള്ളം മതി. കുലുക്കി തുപ്പിക്ക് ഇതിനകത്തൊക്കെ സാധനം ഒന്നും കിട്ടി. വെറുതെ കിടന്ന് കഷ്ടപ്പെട്ട. നീ എന്തെടുക്കടേ? ഞാനൊരു ഗെയിം കളിക്കുക. ഇപ്പൊ തിരുതി വെച്ചോ? ഞാൻ ഹോസ്പിറ്റലിൽ കൂട്ടിയിരുന്നില്ലയോ? ഞാൻ അങ്ങ് ബോറടിച്ചിരിക്കുവായിരുന്നു. അപ്പൊ തൊട്ടപ്പുറത്ത് ബെഡിൽ ഒരു പയ്യനെ ഇത് പരിചയപ്പെടുത്തിയത്. നല്ല സൂപ്പർ ഗെയിം ആയത്. നിങ്ങളെ ഫോണില്ലയോ? പ്ലേ സ്റ്റോറിൽ എടുത്ത് പറഞ്ഞാൽ മതി, ഗെയിം കിട്ടും. ഇല്ല നിങ്ങളെ ഫോണിൽ നിന്ന് എടുക്ക്. എന്റെ ഫോൺ എനിക്ക് അറിയത്തില്ല, അതെന്താ ചെയ്യണ്ടേ? ആ പ്ലേ സ്റ്റോറിൽ കയറി എടുത്ത് പറഞ്ഞാൽ മതി, കിട്ടും. എവിടെ? നെറ്റിലോ? പ്ലേ സ്റ്റോറിൽ എടുത്തിട്ട് പറഞ്ഞാൽ മതിയോ? കാണിച്ച ഗെയിം ഒന്ന് കാണിച്ചേ. സൂപ്പർ ഗെയിമാ. അവൻ ആ കളിക്കുന്ന അതേ ഗെയിം എനിക്ക്. കലിപ്പെന്നൊക്കെ കാണിക്കുന്നു. അത് കിട്ടിയില്ല സാധനം. ഗുളി കൊടു. വെള്ളമൊക്കെ അവിടെ ഉണ്ട്. എന്താ ഗ്യാസാന്ന് പറഞ്ഞ ഗുളി കഴി. ഞാൻ വ്യാസനെ വിളിച്ച അവിടെ തെങ്ങ കയറാൻ പറ്റുന്ന. തെങ്ങ കയറണം, തേങ്ങ പിരിക്കണം കേട്ടോ. നാളെ രാവിലെ തന്നെ എത്തണം കേട്ടോ. ശരി അണ്ണാ. ഈ സുധാകരൻ താമസിക്കുന്നതിന്റെ ആ സൈഡാണോ അണ്ണന്റെ സൈഡ്? ആ സൈഡല്ല ഞങ്ങൾ താമസിക്കുന്നത്. സുധാകരൻ താമസിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ആ സൈഡിലാണെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ സുധാകരന്റെ സൈഡാ. ഒരു അയൽവാസിയായാലും ഉപകാരമുള്ളവനവൻ. അന്ന് മക്കളൊക്കെ വളർന്നു. മക്കൾ വളർന്നു. പിന്നെ 2 മക്കളല്ലയോ? പിന്നെ ചെറുക്കൻ പഠിക്കുന്നു, മൂത്ത മകളെ കെട്ടിച്ചു വിട്ടു. മോളെ എവിടെ കെട്ടിച്ചേ? മോളെ കെട്ടിച്ചത് അത് മറ്റേ വീടിന്റെ മണ്ടലോട്ട് എല്ലാം കൂടെ വളഞ്ഞു നിൽക്കുമായിരുന്നു. ഞാൻ പിന്നെ അതെല്ലാം കൂടെ പിടിച്ചു കെട്ടി ഒരു തെങ്ങ വലിച്ചു മുറുക്കി കെട്ടി. വീട്ടുമുറ്റത്ത് ഇരിക്കുന്ന മോളെ എവിടെ പിടിച്ച് കെട്ടിയെന്നല്ല ഞാൻ ചോദിച്ചേ. അങ്ങനെ മൂത്ത മോളെ എവിടെ കെട്ടിച്ചെന്നാ ഞാൻ ചോദിച്ചു. മോളെയോ? ചങ്ങനാശ്ശേരി. ചെറുക്കനാണുണ്ട്. ചെറുക്കൻ അയ്യോ കാണാൻ സുന്ദരൻ, നല്ലൊരു ജോലി. അവന് ചെലവും കഴിഞ്ഞ വണ്ടിക്കൂലി. ചെലവും വണ്ടിക്കൂലി കഴിഞ്ഞ ശമ്പളം. അത് പറ. ഒരു കാര്യം പറഞ്ഞു. എന്തുവാ? സാറിന് ആവി കൊടുക്കണമെന്ന് പറഞ്ഞു. വന്ന ഉടനെ ആവി കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതൊത്തം തോന്നാൻ. വെള്ളം കൊണ്ടുവാ സാറേ. ആവി പിടിക്കണ്ടേ? ആവി പിടിക്കണം. റജിയോട് പറഞ്ഞായിരുന്നോ? അതിലേ പറഞ്ഞേ. വിടി ഇതൊന്നും വേണ്ട. ഞാൻ എന്തിനാ വന്നേക്കുന്നത്? ഇത് പിടി. അപ്പൊ ഇതൊക്കെ
ഇവിടെ ഇരിക്കാനോടാ അവിടെ വേണ്ട ആ ചൂട് വെള്ളം എല്ലാം കൂടെ മറിഞ്ഞിട്ടിട്ട് അത് കളഞ്ഞ് പാട് വന്ന് പിടിക്കട്ടോ. ആവി കൊള്ളാനൊക്കെ അങ്ങനൊക്കെ വേണം. എടാ ഒരു കാര്യം ചെയ്യോ, ഞാൻ മറ്റേ അധികം വേഗാത്ത കപ്പ പുഴുങ്ങി എടുത്തോണ്ട് വരട്ടെ. വേവിച്ചോണ്ട് പോ. എന്തിനു വേവാത്ത കപ്പ? എടാ ഒരു കടിയിൽ ഒരു കഷ്ണം കിട്ടിയാ പൊളിക്കുവോ? അതാ ഐഡിയ. കിട്ടുന്നുണ്ടോ? നോക്കിയേ. കൊണ്ടേ എന്താ മൂക്കാലിട്ട് പിടിക്കുന്നത്? ഈ ആവി കയറണ്ടേ? വാ തുറക്ക്. ആ വായിക്കാത്ത കൈയിടാതെ. ആവി കയറുന്നുണ്ടോ നോക്കണ്ടേ? ഇത് കണ്ണിനിട്ട് കുത്താതെ. കണ്ണിനാണോ ഞാൻ കുത്തിയത്? വിരൽ എവിടൊക്കെയോ കേറി പോന്ന്. എന്തോ തപ്പുന്നത് കിടന്നാ. വായിന്തിയെ പിന്നെ അടച്ചോ. വാ തുറക്ക. ആവി കയറട്ടെ. വെച്ചേക്കുവാന്ന് ആവി. എന്തോ പറയാനോ സജിയേ. ഓ സജിയേ. എന്താ സാറേ? അതായിട്ട് ഇവനെ ഇതിനകത്ത് കയറി കുത്തിയിരിക്കുന്നു. എന്താ സാറേ? അയ്യോ അതാണ് റെജി ഇതിനകത്ത് കയറി കുത്തിയിരിക്കുന്നത്. റെജിയേ എവിടെ? നീ എന്തിനകത്ത് കയറിയിരിക്കുന്നേ? അല്ല ആവി കൊള്ളുമ്പോ പല്ലളായി വന്നാലും. എന്റെ പൊന്നോ എടാ പൊട്ടാ, നീ അങ്ങനെ പേടിക്കണ്ട. ഞാൻ തീക്കനലായിട്ടേക്കുന്നു, ഉരുകി വീഴുന്ന വീഴട്ടെന്നും പറഞ്ഞു. പിന്നെ നീ എന്റെ കണ്ണിരുന്ന് എരിയുന്നത്. മാറിക്ക്, ഞാനിവിടെ കയറാം. എവിടെ എന്തി ഇതിന്റെ അകത്ത് നോക്ക് നോക്ക്. എങ്ങനെ ഉരുകി ഒന്നും വീഴുന്നൊന്നുമില്ല. എടാ എന്റെ വായി കൈയിടാ. അയ്യോ വാ വാ മാറിപ്പോ. എന്തോ കാണിക്കും എല്ലാരും കൂടെ. ആരാ എന്നെ ഇട്ട് കുത്തുന്നത്? അയ്യോ ആൾ മാറിപ്പോ. ഞാൻ ഇറങ്ങട്ടെ. നീ അങ്ങ് ഇറങ്ങ. പെട്ടെന്ന് എടുക്കണേ. പെട്ടെന്ന് എടുക്കാം. മതി മതി എടുത്തോട്ട് പോ. മതിയോ? ഇട്ടു മൂടാൻ പോയേക്കരുത്. എന്നാലും ഇതുപോലെ ഒരു അബദ്ധം പറ്റിയതാ. ഇനി പല്ലിന്റെ കേസ് നേരാന്നൊന്നും ആര് കണ്ടു? എനിക്ക് ഞാനാ ഞാൻ ഇതൊന്ന് അരിച്ചു നോക്കിട്ട് വരാം. സാറേ സാറിന് സത്യത്തിൽ എന്തുവായിരുന്നു ജോലി? ഞാൻ മൃഗ ഡോക്ടറായിരുന്നു പണ്ട്. ആണോ? പിന്നെ 20-30 വർഷം ഞാൻ സർവീസിൽ ഇരുന്നില്ലയോ. അങ്ങനെ ഇരുന്ന സമയത്ത് അങ്ങ് തിരുവനന്തപുരത്ത് ഒരു മ്യൂസിയം ഉണ്ടല്ലോ. ഉണ്ട് ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഒരു മയിലുണ്ട്. 2.5 മാസമായിട്ട് മയിൽ അങ്ങോട്ട് പീലി വിടർത്തി ആടാതെ ഒരു ഒറ്റ നിപ്പ. അപ്പൊ എന്നെ വിളിച്ചു, സാറേ പെട്ടെന്ന് വന്ന് മയിലിനെ ഒന്ന് ആട്ടണം. ഞാൻ ചെന്ന് നോക്കിയപ്പോ എന്തുവാ, അതിന്റെ പീലി എല്ലാം കൂടെ പിണഞ്ഞു കിടക്കുവാ. പിന്നെ ഞാൻ ഓരോ പീലി എടുത്ത് കളർ പോയിടത്തൊക്കെ ഇച്ചിരി കളറൊക്കെ അടിച്ച് കയറ്റി അവനെ സെറ്റാക്കി പീലി വരുത്തി ആടിച്ചിട്ടാ പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. സാറേ ഈ മയില് വർത്താനം പറയുവോ? അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. മയില് വർത്താനം പറയുവോ? ചില കൊച്ചു മയിലുകൾ വലിയ വായ വർത്താനം പറയും. കൊച്ചു വായി വലിയ വർത്തമാനം പറയരുത്. അങ്ങനായിരുന്നു. മയിലെന്നാ അത് പറ. ഇതിന് തിരിച്ചെന്തോ കൊച്ചുമയിലെന്നോ? ഞാൻ കൊച്ചുമയിലെന്നാ കേട്ടെ. കേക്ക് മുറിക്കടാ. കേക്ക് സമയമായി. നീ വരാൻ എന്താ പറയിപ്പിക്കാൻ? നീ ആരൻ? പാരസെറ്റമോളോടാ. അതെന്തുവാ സംഭവം എന്താണെന്നറിയോ? പുള്ളിക്ക് ഭയങ്കര ദേഷ്യമാ. കാരണം പുള്ളി ആരെന്തെങ്കിലും പറഞ്ഞാൽ പുള്ളി പ്രതികരിക്കും. ആ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ ഡോക്ടർ പറഞ്ഞു മരുന്ന് പ്രതികരിച്ച് തുടങ്ങിയെന്ന്. അതിനെ കാണിക്കുവാണോ? മരുന്നിനെ ചീത്ത വിളിക്കുവാ. അത് പുള്ളിയുടെ വിഷയം. വന്നേ, ആ സ്വർണ്ണപ്പല്ല് എടുക്കാൻ വേണ്ടി ഞാനൊരു ബുദ്ധി പറയട്ടെ. നിന്റെ ബുദ്ധിയൊക്കെ നിർത്തിയാല് ഒരു ആധാർ കാർഡ് കളഞ്ഞു കിട്ടിയ ഏതോ ഒരു പെണ്ണുങ്ങൾ ആധാർ കാർഡ് കളഞ്ഞു കിട്ടിയപ്പോ ആധാർ കാർഡിന്റെ നമ്പർ മൊബൈൽ നമ്പരാന്ന് പറഞ്ഞ് 20 ദിവസം നീ കോൾ ചെയ്തവനാ. നിന്റെ ബുദ്ധിയാണോ? വന്നേ. റെജിയുടെ വീട് എവിടാ? പുനലൂരാ സാറേ. പുനലൂർ എവിടെ? പുനലൂർ മണിയാർ എന്ന് പറഞ്ഞ ഗ്രാമപ്രദേശത്താ എന്റെ വീട്. മണിയാർ എവിടെ? മണിയാർ അറിയാമോ? അറിയാം. സ്കൂളിന്റെ തൊട്ടപ്പുറത്താ. അവിടെ ഒരു സുമതിയെ അറിയാമോ? സുമതി എന്റെ അമ്മയാ. സുമതിയുടെ മോനാ ഞാൻ. എന്റെ മോനെ ഇഞ്ഞു വന്നാട്ടെ. ഇഞ്ഞു വന്നേ മോനിക്ക് വന്നാട്ടെ. എന്റെ മോനെ മോനെ സാർ പറ. ഈ സുമതി ഉണ്ടല്ലോ, കുറെ വർഷം ഈ വീട്ടിൽ വേലയ്ക്ക് നിന്നതാ. അന്നൊരു കയ്യബദ്ധം. സാർ ബാക്കി പറയണ്ട. എനിക്കിപ്പോ മനസ്സിലായി. എന്തീ പറഞ്ഞു തീരട്ടെ. പപ്പ മിണ്ടരുത്. മനസ്സിലായി പപ്പ, മനസ്സിലായി. പറയട്ടെ. പപ്പ മിണ്ടരുത്. ഞാൻ എന്റെ മമ്മി ഇപ്പൊ ഒന്ന് വിളിക്കട്ടെ. ഒരുപാട് ഞാൻ വേദനിച്ചിട്ടുണ്ട്. ചായ വേലക്കാരെ മാറി നിക്ക്. ഞാൻ വിളിക്കാം. ഞാൻ പറഞ്ഞു മിണ്ടരുത്. ഞാൻ മമ്മി ഒന്ന് വിളിക്കട്ടെ. മമ്മിയോ? ഇന്നലെ വരെ നീ അമ്മയെന്ന് വിളിച്ചവനാ. ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ വേലക്കാരെ പപ്പയ്ക്ക് അറിയാവോ, കുട്ടിക്കാലത്ത് കൂട്ടുകാരന്മാരെ അച്ഛന്റെ കൈയും പിടിച്ച് നടക്കുമ്പോൾ എനിക്ക് കൈ പിടിച്ച് നടക്കാൻ ഒരു പപ്പയില്ലായിരുന്നു.
ഒരുപാട് വേദനിച്ചിട്ടുണ്ട് ഞാൻ അറിയാമോ. രജി ഞാൻ പറഞ്ഞു തരട്ടെ. പപ്പ മിണ്ടരുത്. നീ രണ്ടെണ്ണത്തിനും വെച്ചുണ്ടാക്കി കൊടുക്കണല്ലോ ദൈവമേ. ആ പല്ലിന്റെ കാര്യം ദൈവം ചെയ്തു. ആ പല്ലിന്റെ കാര്യം പപ്പ ഇവ എന്തിനാ ഇവിടെ വന്നേന്നറിയാവോ. ഇതിന് നമ്മൾ രാത്രി രണ്ടുകൂടെ ഒരുമിച്ച് റൂമിൽ കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഇത് ഞാൻ പറയൂടാ, നിന്റെ കാര്യമല്ല ഞാൻ പറയും. രജിയെ നിർത്തവിടെ. പപ്പ പറ. പപ്പ പറഞ്ഞത് ഞാൻ കേൾക്കും. നീ പോയേക്കരുത്, ഞാൻ പറയുന്ന കേട്ടോളാം. പപ്പ നിന്റെ അമ്മ സുമതിയില്ലേ, ആ ഇവിടെ വന്ന് എന്റെ വീട്ടിൽ വേലയ്ക്ക് നിന്നപ്പോൾ പറ പപ്പ. അവളുടെ കയ്യിൽ നിന്ന് അവര് കയ്യബദ്ധം ഉണ്ടായത്. അത് പറ പപ്പ. അവള് ഇവിടെ എന്റെ ഒരു 7.5 പവന്റെ മാല അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. സാറേ ഞാൻ പേടിച്ചു. ഞാൻ ഓർത്ത് മൊത്തം റബ്ബറും തോട്ടം പിന്നെ നെഞ്ചത്ത് വെച്ച അന്ന് നിന്റെ അമ്മ ആ മാല അടിച്ചോണ്ട് പോയപ്പോൾ ഞാനിവിടെ തപ്പ, പിന്നെ ഇവിടെ കിടപ്പ, അന്നേരം അവന്റെ ഒരു പപ്പ. എന്തൊരിടപാടാണ്. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ സത്യം ചെയ്ത് പേടിച്ചു. ഇടയ്ക്കൂടെ കേറി വരും. അയ്യോ സാറിനെ പിടിച്ചേ എന്റെ കൈ അങ്ങ് വളഞ്ഞ്. ഉമ്മതി ഇവളെ പറഞ്ഞില്ലേ? അയ്യോ ഇല്ല, ഞാൻ അമ്മയെ കാണിച്ച അമ്മയ്ക്കും വിഷമാവും. അത് ശരി. എടാ സുമതി വള അറിയാവാന്നാ ചോദിച്ചേ. അറിയാം, നല്ല സിനിമ ഞാൻ കണ്ടല്ലേ. അതല്ല നിന്റെ അമ്മ സുമതി വള പറഞ്ഞില്ലേ? കാണിക്കത്തില്ല വിഷമം അമ്മയ്ക്ക്. കിടക്ക് കേക്കം കണ്ടിക്കാം. ആ ബർത്ത്ഡേ കേക്ക് കണ്ടിക്ക്. ആ സമയത്തെങ്കിലും ഇതൊന്ന് എടുക്കാൻ നോക്കണേ. രജി, രജി. ഇതൊത്തടാ. അല്ല വടി അടുത്തേ വടി കിട്ടിയോ? ആ കിട്ടി. വടിയായോ? വടിയായി. അല്ല വടിയായില്ലോ. കേക്ക് മുറിക്കുന്ന കാര്യം പറ. നമുക്ക് കേക്ക് മുറിക്കല്ലയോ? ആ തേക്ക് മുറിക്കണം. ആ വലത് സൈഡിൽ നിൽക്കുന്ന തേക്ക് മുറിക്കല്ലെന്ന്. അങ്ങോട്ട് എന്നെ പിറന്നാളല്ലേ, അടിച്ച് പൊളിക്കണം ഇന്ന്. അടിച്ച് പൊളിക്കാം. കേക്ക് എടുത്ത. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. വൺ ലാൻ കേക്ക്. അയ്യോ എന്റെ തലച്ചോറ് വിട്ടു തെറിച്ചോ. തലച്ചോറല്ല, പിറന്നാള് പടക്കം. മടക്കോ? മധുരമാണ്, അധികം കഴിക്കരുത്. ആയി വെക്കുക, തിരിച്ചിങ്ങ് തരിക. അമതി കഴിക്കാലോ, ഷുഗർ കഴിക്കില്ല. ആ അത് വീര്യങ്ങല്ലേ. നോക്കൂ അത്. ഓ ഞാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കൂ. എന്നത്തില്ലയോ കിടന്ന് ഉറങ്ങാൻ നോക്കും. സാറേ കിടന്നുറങ്ങ. ബാ അതൊക്കെ തീർന്നോ? തീർന്നു. ആ പിന്നെ നീ തരാ കൊടുക്കണ്ട. അയ്യോ കിടന്നു. ഒട്ടും വയ്യാത്തോണ്ടാ പറയുന്നത്. നേരത്തെ കിടന്നുറങ്ങിക്കോ കേട്ടോ. ഉറക്കത്തി വായും തുറന്ന് കിടന്ന് കൂർക്കം വലിക്കും. ആ സമയത്ത് മറ്റേ സെറ്റ് ചെയ്യണം. അത് എടുക്കാന്ന് രാത്രി നമുക്ക് പേടിക്കുന്ന എന്തിന്. പായന്തി എടുക്കോ നീ? ഞാൻ എടുത്തോളാം, എനിക്കറിയാം എടുക്കാനൊക്കെ. ദൈവമേ വേണ്ട, അത് മറ്റേ സ്കിറ്റിൽ അടിച്ച എന്തേലും കൊണ്ട് എടുക്കാം. സ്പൂണ് മതി. കിടന്നു. ദൈവമേ കാട്ടു പന്നി വരുന്നുണ്ടോ? എന്ത് സൗണ്ട് കേട്ടോ? അണ്ണം പോ. ഇവിടെ നീ പറഞ്ഞ കൊടുക്കാമെന്നും എനിക്ക് നല്ല ഉറക്കത്തിൽ നിൽക്കുന്ന എനിക്ക്. നിനക്ക് തലവേദന ഗുളി ഞാൻ തന്നില്ലയോ? 2 ഗുളിക തന്നില്ലേ? 2 എണ്ണം. ഒരെണ്ണം ചെറുതും വലിയ ഗുളിക എനിക്ക് തലവേദനയ്ക്ക് തന്നേ. വലുതാ തന്നത്. ചെറിയ ഗുളിക ആർക്ക് തന്നെയാ? സാറിന്. അപ്പൊ ഞാൻ ഈ തലവേദന വലിയ ഗുളിയാണ് തൊണ്ടയ്ക്ക് ഇരിക്കുന്നു പേടിച്ചിട്ട് അത് സാറിന് കൊടുത്തിട്ട് ചെറിയ ഗുളിക ഞാനും കഴിച്ചു. ഉറക്ക ഗുളിക നീ തിന്നോ? സംഭവം എടാ ഒന്നിക്കടാ. എന്തോ പറയാനോ ഉണ്ണിക്കളി കിട്ടിയ അവസരമാടാ ഇത്. എന്നെ പിടിക്കാൻ വന്നാൽ ഞാൻ പിടിക്കും. പോയി കിടന്ന് ഉറങ്ങണ. എടുക്കണം പല്ലെടുക്കാൻ നോക്കണം. അങ്ങോട്ട് എണ്ണിക്കാനാ പറഞ്ഞേ. അണ്ണോ ഇന്ന് രാത്രി ഈ കളവന്റെ പല്ല് നമുക്ക് എടുക്കണം. ആള് മാറിപ്പോയി. എന്നാ കിടന്ന് ഉറങ്ങാൻ നോക്ക്.
റജി ഇന്ന് നേരത്തെ എഴുന്നേറ്റ് എന്താ പറ്റിയ ആദ്യമില്ല നേരത്തെ എഴുന്നേറ്റ് അങ്ങ് പോയി. റജിയെ കിടക്കാൻ വീട്ടോ റജി റജിയെ റജിയെ സാറെ കൊണ്ട് എഴുന്നേറ്റേ എന്താ പല്ല് തേക്കാനോ? പല്ല് ആദ്യം ഉണ്ടോ നോക്കട്ടെ. കൊണ്ടുപോയി. ദൈവമേ എനിക്കറിയാം താമസിച്ചപ്പോഴേ എനിക്കറിയായിരുന്നു. ഹലോ റജിയെ, ഹലോ എടാ നീ പിന്നെ പല്ലെടുത്തോണ്ട് പോയടാ. അവൻ കട്ട് ചെയ്തു. മൊത്തം കൊണ്ടുപോയി. 7 പല്ലെടുക്കും വരെ അനങ്ങാതെ എന്തായാലും മലന്ന് കിടന്നതാ. സജി ഉറങ്ങിപ്പോയി, ഞാൻ അറിയില്ല. നല്ല ഇടപാടാ, മൊത്തം എടുത്തോണ്ട് പോയി. എടുത്തോണ്ട് പോയോ? പിന്നല്ലയോ, ഒരെണ്ണം എടുക്കുമ്പോഴേലും ഒന്ന് തെളിയണ്ടേ. ഞാൻ അറിഞ്ഞില്ലെന്ന്. എന്താ പറയാനാ ഞാൻ വന്നെണ്ണ. നീ എന്താ പറ്റി പല്ലെന്തി? എന്നാ അണ്ണനില്ലേ എന്നെ ഈ വീട്ടിൽ ആദ്യം കൊണ്ടുവന്നേ? അണ്ണ എടുത്തു, എനിക്ക് വേണ്ട 7 പല്ലും. പോടാ. അതിന്റെ സ്വർണ്ണം അല്ല ഇത്, ചുമ്മാ മുക്കോന്റെ സാധനം ഇത്. പോടാ. പിന്നെ അങ്ങനെ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പറ്റിക്കുമല്ലായിരുന്നോ? ഇത് സ്വർണ്ണമൊന്നും അല്ലായിരുന്നല്ലേ ഇത്? ഇത് സ്വർണ്ണപ്പല്ലല്ലായിരുന്നോ? അതിനാര് പറഞ്ഞു സ്വർണ്ണം? ഞാൻ നിങ്ങളോട് പറഞ്ഞോ സ്വർണ്ണപ്പല്ലാന്ന്? അതില്ല, അറിഞ്ഞില്ല. ഇതെല്ലാം നിങ്ങളാ പറഞ്ഞിരിക്കുന്നത് സ്വർണ്ണപ്പല്ല എന്ന് പറഞ്ഞപ്പം അത് കേട്ട് ഞാനും അങ്ങ് സന്തോഷിച്ചു. സന്തോഷം ആഗ്രഹിക്കാത്ത ആരുണ്ട് മക്കളെ? പോലീസ് വന്നു ഇപ്പൊ എന്നെ പിടിച്ചോണ്ട് പോകത്തില്ല. പോലീസ് വരുമ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ സത്യം ചെയ്യ. സത്യം പറ, രക്ഷപ്പെടാനുള്ള ഐഡിയ. ജീവിതകാലം മൊത്തം നിങ്ങൾ എന്നെ കണ്ട് എനിക്ക് വെച്ച് വിളമ്പി ഇവിടെ നിൽക്കുമോ? അത് നിക്കാം, പക്ഷെ ഞങ്ങൾ രക്ഷപ്പെടുത്താം. ഉറപ്പാണ്? ഉറപ്പ്. എടുക്കട്ടെ ഒരു പീസ് കപ്പ. പിന്നെ Kannan Devi Group presents West Zone Flowers Aka Ponnunakazha 2025.